കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ വിഷ്ണു, സുമ എന്നിവരെ പോലീസ് പ്രതി ചേർത്തു. കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് നാണക്കേട് ഭയന്നാണ് എന്നാണ് മൊഴി. സ്വന്തം കുഞ്ഞിനെ കൊന്നത് നിതീഷാണ്. വീട്ടിൽ കുഴിച്ചിട്ട മൃതദേഹങ്ങൾ ഇന്ന് പുറത്തെടുക്കും. ജെനസ് രാജു കൂടുതൽ വിവരങ്ങളുമായി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ജെനി, കേസിൽ അടിമുടി ദുരൂഹതയാണ് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. കാര്യങ്ങളിൽ ഒരുപാട് വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ് പോലീസും സംശയിക്കുന്നത്, അല്ലേ? ലാല്, ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്നത് ഈ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ നിതീഷ് ഒറ്റയ്ക്കല്ല ഈ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതിൽ ഈ വീട്ടിൽ വിജയൻ, ഈ കൊല്ലപ്പെട്ട ആള്, അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ടയാളുടെ മകൻ, ഭാര്യ, ഇവരെല്ലാം ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരം. 2 കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് ഈ നിതീഷിന് ഈ വിജയൻ എന്ന് പറയുന്ന ആളുടെ മകളിലുണ്ടായ കുഞ്ഞ്, ഒരു ആൺകുഞ്ഞാണ് ഉണ്ടായത്. 2016 ജൂലൈ മാസത്തിൽ ഈ കുഞ്ഞ് ജനിക്കുന്നു. 4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നത് 3 പേർ ചേർന്നാണ്. നിതീഷ്, അതോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട വിജയൻ, വിജയന്റെ മകൻ വിഷ്ണു എന്നിവർ ചേർന്നാണ് ഈ കൊല്ലപ്പെടുത്തുന്നത്. ഈ കുഞ്ഞിന്റെ കാലിൽ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തുന്നത്. ഈ സമയത്ത് കുഞ്ഞിന്റെ കാലിൽ പിടിച്ചത് ഈ കൊല്ലപ്പെട്ട വിജയനാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത് വിജയന്റേതാണ്. അത് 2023 ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കുന്നത്. വിജയനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി അത് നിതീഷാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ വിജയനെ കുഴിച്ചു മൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിജയന്റെ മകൻ വിഷ്ണുവും അതോടൊപ്പം തന്നെ ഭാര്യ സുമയും കൂട്ടുനിന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതനുസരിച്ചാണ് ഈ 2 പേരെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഒരു അസാധാരണമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഒരു വീട്ടിലെ ഒരു അംഗത്തെയോ അല്ലെങ്കിൽ വീടിന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ പുറത്തുനിന്ന് ഒരാൾ കൊലപ്പെടുത്തുമ്പോൾ അതിന് ആ കുടുംബാംഗങ്ങൾ തന്നെ കൂട്ടുനിൽക്കുക എന്ന ഒരു കാര്യം. കുഞ്ഞിനെ കൊന്നത് നാണക്കേട് ഭയന്നാണ് എന്നുള്ളതാണ് പോലീസിന്റെ FIR-ൽ പറയുന്നത്. പക്ഷെ അതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അത് ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ദുരൂഹത, അതായത് ആഭിചാരമടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ഒരു കാര്യം പോലീസ് എന്തായാലും പ്രാഥമികമായി FIR-ൽ അക്കാര്യങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കുടുംബത്തെ ഭയപ്പെടുത്തിയത്, വിജയനെയും വിജയന്റെ കുടുംബത്തെയും നിതീഷ് ഭയപ്പെടുത്തിയിരുന്നത് ഈ ആഭിചാര ക്രിയകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആ ഒരു നിഗമനം തന്നെയാണ് പോലീസിനുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ FIR-ൽ ഇത് സംബന്ധിച്ച വിവരം രേഖപ്പെടുത്താത്തത്. ഈ കൊലപാതകത്തിന് തിരഞ്ഞെടുത്താണോ ഈ വാടക വീട്? കാരണം ആ വീട്ടിൽ സ്ത്രീകളുണ്ടായിരുന്നതായിട്ട് അയൽവക്കക്കാർക്കോ വാർഡ് മെമ്പർക്കോ പോലും അറിയില്ല. പലപ്പോഴും പറഞ്ഞത് അവിടെ ആളുകളുണ്ട് എന്ന് അറിഞ്ഞിരുന്നില്ല, സ്ത്രീകളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. പൂനെയിലാണ് അമ്മയും സഹോദരിയും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പർപ്പസ്ഫുള്ളി എടുത്തൊരു സ്ഥലമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ഈ നിതീഷ് ചില ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു. അത് ഈ 2 സ്ത്രീകളെ വീടിന് പുറത്തിറങ്ങാതെ, അത് 2016-ൽ ഈ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ ഇത്തരമൊരു സമീപനത്തിലേക്ക്, ഇവർ വീടിന് പുറത്തിറങ്ങിയാൽ എന്തോ വലിയ ദോഷം വരാനുണ്ട് എന്ന് ഈ 2 സ്ത്രീകളെ വിശ്വസിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇവരെ വീട്ടിനകത്ത് അല്ലെങ്കിൽ വീട്ടുതടങ്കലിലാക്കുകയുമാണ് ചെയ്തത്. 2016-ന് ശേഷം ഈ 2 സ്ത്രീകളും വീട്ടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വാടക വീടുകളിലേക്ക് മാറുമ്പോൾ മാത്രമാണ് ഇവർ വീടിന് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവർ വീടിന് പുറത്തിറങ്ങാറുള്ളത്. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തു എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ഈ വാടക വീടിന്റെ തറ പൊളിച്ച് വിജയന്റെ മൃതദേഹം എടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിന്റെ മൃതദേഹം മറ്റൊരു വീട്ടിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ആ വീടിന്റെ തൊഴുത്തിൽ ഒരു കുഴി കുത്തി കുഞ്ഞിന്റെ മൃതദേഹം മൂടി എന്നുള്ളതാണ് ഈ പ്രതികളുടെ മൊഴി. അപ്പോൾ ആ വീട്ടിലും എത്തി പരിശോധിക്കും. 2016-ൽ നടന്ന ഒരു കൃത്യമാണ്. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടുമോ എന്നൊക്കെ പോലീസിന് സംശയമുണ്ട്. പക്ഷേ അവിടെയും പരിശോധന ഉണ്ടാവും. ശരി, ജെനസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത്.